മോർണിംഗ്. നമുക്ക് പ്രോബ്ലം സെറ്റിലെ പ്രോബ്ലം നോക്കി നോക്കാം. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ഓർഡർ എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രോബ്ലം പറയാം. അത് ഞാൻ ഒരു പ്രോബ്ലം വന്നായിരുന്നു. അതായത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലേറ്റർ ട്രയാങ്കിൾ സൈഡ് എ ആണ്, അതായത് എല്ലാ സൈഡും എ ആണ്. ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണല്ലോ, എല്ലാ സൈഡും എ ആണ്. ഈ ഈക്വൽ ട്രയാങ്കിളിന്റെ ഓരോ മൂലയിലും ഞാൻ ഒരു പ്ലസ് ഈക്വൽ ചാർജ് വെച്ചിട്ടുണ്ട്. ഈക്വൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യൂ ആണെങ്കിൽ ബാക്കി എല്ലാതും ക്യൂ ആണ്. അപ്പൊ ചോദ്യമായിരുന്നു, ഏതെങ്കിലും രണ്ട് ചാർജ് കാരണം മൂന്നാമത്തെ ചാർജ് ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലെ. ഇതൊരു ചാർജ് പ്ലസ് ക്യൂ ചാർജ് ആണ്. ഇത് കാരണം ഇതുമൊരു ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഇത് കാരണം ഇതുമൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ റിപ്പൾസീവ് ഫോഴ്സ് ഇത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇത് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ക്യൂ ഇരിക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല F = QE ആണ്. അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, അതിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും ക്യൂ ഉണ്ടാവുന്ന ഫോഴ്സ്. സിമ്പിൾ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഒന്നുകൂടി റെഡി ആയി. അപ്പൊ ഒന്നുകൂടി സോൾവ് ആയി. നമുക്ക് അതായത് ഈ രണ്ട് ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. രണ്ട് ഈക്വൽ ചാർജസ് എ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇത് കാരണം ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇത് കാരണം ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. രണ്ടും കൂടി ക്യാൻസൽ ആണ്. ടോട്ടൽ ഫീൽഡ് മോളിക്കാണ്, ഒരു വൈ ക്യാപ് ഡയറക്ഷനാണ് കിട്ടുക. 2E sin θ ക്ലാസ് കൊണ്ട് കിട്ടിയാണ്. നമുക്കറിയാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നെറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2E sin θ. θ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ആംഗിൾ ആയിരുന്നു. ഇത് ഈക്വൽ ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ θ എത്രയാണ്, 60 ആണ്. പ്രോബ്ലം സോൾവ്. ഇനി E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, E എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഏതെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും രണ്ടും സെയിം ആണ്. കാരണം രണ്ട് ചാർജും സെയിം ആണ്, ഡിസ്റ്റൻസും രണ്ടിടത്തും സെയിം ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E എന്തായിരിക്കും, ഇവിടെ ഒന്ന് കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, = 1/4πε0 Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ നെറ്റ് എന്താ വരാം, ഈ നെറ്റ് വരുന്നുണ്ടെങ്കിൽ ഈനെ 2 sin കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. *2 * sin 60. θ പറഞ്ഞാൽ 60 ആണ്. sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ് തോന്നുന്നു. √3/2. ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയേ, 1/4πε0 Q √3/a². എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, മുകളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, വൈ ക്യാപ് ഡയറക്ഷൻ. ഇതാണ് ഈ നെറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ കാണും, ഈ Q × ഈ നെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഫോഴ്സ് കാണാൻ Q × ഈ നെറ്റ് ആണ്. Q ന്റെ എന്ത് സംഭവിക്കാം, ഇത് തന്നെയായിരിക്കും. ആ Qന്റെ അവിടെ സ്ക്വയർ വരും, അത്രയുള്ള വ്യത്യാസം. Q² √3/a². ഫോഴ്സ് കണ്ടിന്യൂയിരിക്കും, വൈ ക്യാപ് ഡയറക്ഷനിലായിരിക്കും. സിമ്പിൾ, കറക്റ്റ് അല്ലേ. ഇത് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇത് കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, ഈ ഫോഴ്സും കൊണ്ടാണ് ഈ ഫോഴ്സും കൊണ്ടാണ്. അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ രണ്ട് കമ്പോണന്റ്, ഈ രണ്ട് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് പോകും. ചാർജ് കണ്ടു പോകും, മോളിക്ക് ഇങ്ങനെ പോകും, അല്ല റിപ്പൽ ചെയ്ത് പോകും. അതാണ് ഈ പറയുന്നത്, മോളിക്ക് റിപ്പൽ ചെയ്ത് പോകും. ഇനി വേറെ നന്നായിരുന്നു ചോദിച്ചത്, ചോദ്യം രണ്ട് ചാർജ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ചാർജുകൾ Q ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ തന്നായിരുന്നു D. ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മാഗ്നിറ്റ്യൂഡ് മതി. ഫോഴ്സ് എന്തായിരിക്കും, 1/4πε0 പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് Q² ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. Q²/d² ആണ്. ഇതാണ് ഫോഴ്സ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചാർജസ് ഡബിൾ ചെയ്തു. അപ്പൊ ചാർജ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ഒന്ന് മാറും. അതായത് ഇവിടെ 2Q ചാർജ് ആവും, ഇവിടെയും 2Q ചാർജ് ആവും. ഡിസ്റ്റൻസ് അത് തന്നെയാണ് D. അപ്പോ ഈ ഫോഴ്സിനെ ഞാൻ F1 എന്ന് പറയാണ്. F1 എത്രയായിരിക്കും, F1 = 1/4πε0 പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് 2Q × 2Q എന്തായി, 4Q² ആയി. 4Q² ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. എത്ര, ഡിയുടെ സ്ക്വയറിനെയാണ് D². ഇതല്ലേ, ഇയാളെവിടെയും കണ്ടിട്ടുണ്ടോ, ഇയാളല്ലേ F. ഇപ്പൊ എന്തായി, 4 × F ആയി അല്ലെ. അതായത് ചാർജ് ഞാൻ ഡബിൾ ചെയ്തപ്പോ ടോട്ടൽ ഫോഴ്സ് നേരത്തെ ഫോഴ്സിന്റെ 4 മടങ്ങ് കൂടി. 4 of 5 ഫോഴ്സ് 4 മടങ്ങായിട്ട് കൂടി. അപ്പൊ ചാർജ് മാറ്റുമ്പോൾ, ചാർജിന്റെ വാല്യൂ കൂട്ടുമ്പോൾ ഫോഴ്സ് കൂടുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജ് മാറുമ്പോൾ ഫോഴ്സ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. ചാർജ് കൂടുകയാണെങ്കിൽ ഫോഴ്സും കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അതുകൊണ്ടാണ്
ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയപ്പോൾ ഫോഴ്സും കൂടിയത്. ഇനി അടുത്ത എന്തായിരുന്നു, തമ്മിലുള്ള ഡിസ്റ്റൻസ്, ചാർജ് തന്നെ ഡിസ്റ്റൻസ് പകുതിയാക്കി. ഡിസ്റ്റൻസ് പകുതിയാക്കാന്നുണ്ടാവുക, ഇത് ക്യൂ ആണ്, ഇതും ക്യൂ ആണ്. ഡിസ്റ്റൻസ് ഇപ്പം d/2 ആയി. ഫോഴ്സ് എന്താ വരിക, ഫോഴ്സ് ഈക്വൽ ടു 1/4πε0 പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് q² തന്നെയാണ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് ഇപ്പൊ എത്രയാണ്, d/2 ആണ്, d/2 ന്റെ സ്ക്വയർ അല്ലെ. d/2 സ്ക്വയർ എന്ത് വരും, 1/4πε0 q² ബൈ d²/4 കിട്ടും. d² അവിടെ എടുക്കും, ഒരു /4 ഉണ്ട്, ആ 4 അതായത് മോളിക്ക് വരും, റെസിപ്രോക്കൽ ചെയ്ത് മോളിക്ക് വരും, ഇങ്ങനെ കിട്ടും. ഇയാൾ എവിടെയും കണ്ടിട്ടുണ്ടാവും, ഇയാളല്ലേ എഫ്, അപ്പൊ എന്തായി 4f ആയി. ഇപ്പൊ എന്താ മനസ്സിലായ, ഡിസ്റ്റൻസ് ഞാൻ കുറച്ചപ്പോ ഫോഴ്സ് കൂടി, ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടി. ഇത്ര 4 മടങ്ങ് കൂടിയിട്ടു. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടി അല്ല, ഡിസ്റ്റൻസ് പകുതിയായപ്പോ ഫോഴ്സ് 4 മടങ്ങ് കൂടി. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടുകയാണ്. അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുകയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ചാർജസ്. അതാണ് പ്രോബ്ലം. ഓക്കെ അല്ലേ. അടുത്ത പ്രോബ്ലം എന്തായിരുന്നു, അടുത്ത പ്രോബ്ലം ഇതായിരുന്നു. ഒരു സ്ക്വയറിന്റെ 4 മൂലക്കിലും 4 കോർണറിലും ഈക്വൽ ആയിട്ടുള്ള ചാർജ് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് ക്യൂ ആണ്, എല്ലാം ക്യൂ ആണ്. ഇവരുടെ സെന്ററിൽ എന്ത്, സെന്റർ എന്ന് പറയുന്ന പ്രത്യേകത എന്താ, സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്വയർ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും എല്ലാ ഡിസ്റ്റൻസും ചാർജസിൽ നിന്ന് സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കും അല്ലെ. ചാർജസിന്റെ ഒക്കെ വാല്യൂ സെയിം ആണ്. അപ്പൊ എല്ലാവരെയും വാല്യൂ സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എല്ലാവരും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഡയറക്ഷൻ ആണ് മാറ്റം വരിക. അപ്പൊ ഇയാളുടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ജസ്റ്റ് ലൈൻ വരയ്ക്കുക. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഞാൻ അപ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി റേഡിയൽ ആയിരിക്കും, ഇവിടെ റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും, അത് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി ഈ ചാർജ് നോക്ക്, ഈ ചാർജ് കാരണം ഇതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും, റേഡിയൽ ആയിരിക്കും, ഡയറക്ട്ലി അല്ലെ. ഇനി ഈ ചാർജ് നോക്കാം, ഈ ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഡയറക്ഷൻ റേഡിയൽ ആണ്, ഡയറക്ട്ലി ഔട്ട്വേർഡ്. ഇത് കാരണം പിന്നെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ്, റേഡിയലി ആണ് അല്ലെ. നമുക്ക് ഇത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഔട്ട് സൈഡിലേക്ക്, ഇത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യും, ഇതും പരസ്പരം ക്യാൻസൽ ചെയ്യും. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എത്രയാ, 0 ആണ് അല്ലെ. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ചാർജ് വെച്ചാൽ F=q അല്ലേ. അപ്പൊ ഞാനിവിടെ ചാർജ് വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ 0 ആണ്, അതിന്റെ മുകളിൽ ഫോഴ്സ് ഒന്നുമില്ല, ചാർജ് അവിടെ ഇരുന്നോളും, അതിന്റെ മുകളിൽ ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ചാർജ് നിങ്ങൾ നീക്കുകയാണെങ്കിലോ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഞാൻ ചാർജ് നിങ്ങൾ നീക്കിയ എന്താണ്ടാവുക, ചാർജ് നിങ്ങൾ നീക്കി കഴിഞ്ഞാൽ ഫോഴ്സ് 0 ആയിരിക്കില്ല. ചാർജ് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞെന്തായാലും ഇത് സെൻട്രലായതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം വന്നത്. ഇത് സെൻട്രലായിരിക്കുമ്പോൾ ഞാൻ ചാർജ് ഇങ്ങോട്ട് വെച്ച് വിചാരിക്കാം, നീക്കി വിചാരിക്കാം. ഇപ്പൊ ക്യാൻസൽ ചെയ്ത് കളയില്ല, കാരണം ഈ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഈ ഡിസ്റ്റൻസ് കുറവാണ്, ഡിസ്റ്റൻസ് കുറഞ്ഞു, അതുകൊണ്ട് ഈ ഫോഴ്സ് കൂടുതലായിരിക്കും അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ, അപ്പൊ ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി ഫോഴ്സ് കൂടും. അപ്പൊ ഈ ഫോഴ്സ് കൂടുതലായിരിക്കും, അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയില്ല. സെൻട്രൽ ആയതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസുകൾ സെയിം ആയിരുന്നു, ചാർജുകൾ സെയിം ആയിരുന്നു, ഓൾറെഡി ഒരു സിമെട്രിക് കേസ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് 0 ആയിട്ട് പോയത്. ഓക്കെ അല്ലേ. പിന്നെന്തായിരുന്നു, ഒരു റോഡ് കൂടി ചോദിച്ചായിരുന്നു. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ രണ്ട് ചാർജുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ, ഇത് തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒന്ന് +q ഒന്ന് -q അല്ലെ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2l എന്ന് തോന്നുന്നു, 2l ആണ് ഡിസ്റ്റൻസ്, 2l ആണ്. ഇവയുടെ സെൻട്രലിൽ നിന്ന് z ഡിസ്റ്റൻസിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോ ഇതാണ് z ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് മൊത്തം 2l ആണ്. അപ്പൊ ഇപ്പൊ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇതുകൊണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +q കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 q ബൈ ഇതാണ് ഡിസ്റ്റൻസ് അല്ലെ, ഷോർട്ടർ ഡിസ്റ്റൻസ് ഇതാണ് തമ്മിലുള്ള. അപ്പൊ ഇത് എത്രയായിരിക്കും, ഇതെല്ലാം ഇത് z ആണ്, അപ്പൊ എന്തായിരിക്കും L² + z² along
ആർ ക്യാപ് ഡയറക്ഷൻ. ഇത് വെക്ടർ ആകുമ്പോൾ പഠിക്കാൻ പറ്റും. ഇവിടെ ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ വെക്ടർ എന്ന് സൂചിപ്പിക്കണം. ഓക്കെ അല്ലേ? ഇനി ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും നോക്കാം. ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ട്. എന്റെ ചാർജ് ഇപ്പോൾ എത്രയാ? -q ആണ്. -q ബൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, L² + h². ഓക്കെ അല്ലേ? നോക്കുക. എലോങ് ആർ ക്യാപ്. ഈ ആർ ക്യാപ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ മൈനസ് എനിക്ക് ഇങ്ങോട്ട് എടുക്കാം അല്ലെ? ഇത് മൈനസ് ആർ ക്യാപ് ഡയറക്ഷൻ ആണ് ഇതിന്റെ ഡയറക്ഷൻ. അതായത് +q ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇതിന്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് ആണ്, ഉള്ളിലോട്ടാണ് വരുന്നത്. ഇങ്ങനെയല്ല, റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇത് റേഡിയലി ഇൻവേർഡ് ആണ്, ഉള്ളിലോട്ടാണ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. മൈനസ് ആർ ക്യാപ് ആണ്, ഉള്ളിലോട്ടാണ് വരുന്നത്. കാരണം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, പുറത്തേക്കാണ് പോവുക. നെഗറ്റീവ് ചാർജ് ആണ്, ഉള്ളിലോട്ടാണ് വരുന്നത്. ഇനി ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ് അല്ലെ? ഇത് ഇ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇതിനെ 2 കമ്പോണന്റ് ഡിവൈഡ് ചെയ്യാം. ഇതിനാക്കുകയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ റൈറ്റിക്കുള്ള കമ്പോണന്റ് ഇ കോസ് തീറ്റ, മോളിക്കുള്ള കമ്പോണന്റ് ഇ സൈൻ തീറ്റ അല്ലെ? ഈ ഫീൽഡ് പോകുന്നത് മോളിക്കാണ്. ഈ മോളിക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു റൈറ്റിക്കുള്ള പാർട്ടുണ്ട്, മോളിക്കുള്ള പാർട്ടുണ്ട് അല്ലെ? അപ്പോ ഇത് ഇ കോസ് തീറ്റ, ഇത് ഇ സൈൻ തീറ്റ. ഇനി ഈ നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫോഴ്സ് അടിയിലോട്ടാണ്. അടിയിലോട്ടെന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ താഴ്ത്തിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഇതിന് 2 കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഒരു താഴ്ത്തിക്കുള്ള കമ്പോണന്റ് അല്ലെ? ഇത് താഴ്ത്തിക്കും പോകുന്നത് അതേസമയം റൈറ്റിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 കമ്പോണന്റ് ഉണ്ടാവും. അപ്പോൾ താഴ്ത്തിക്കുള്ള ഇതിന് ഞാൻ ഇത് തീറ്റയാണെങ്കിൽ ഇതായിരിക്കും തീറ്റ അല്ലെ? അപ്പോൾ ഇതാണ് ഇ, ഇതാണ് എന്റെ ഇവിടുത്തെ ഇ. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റിക്കുള്ളതിനെ എനിക്ക് ഇ കോസ് തീറ്റ എന്ന് പറയാം, താഴ്ത്തിക്കുള്ളതിനെ ഇ സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കുക, ഈ രണ്ടോടത്തും സെയിം ആണ്, ഡയറക്ഷൻ ആണ് വ്യത്യാസം. അതുപോലെ ഈ സൈൻ തീറ്റ മോളിക്കാണ്, ഈ സൈൻ തീറ്റ മോളിക്കാണ്, ഈ സൈൻ തീറ്റ ഇതുകൊണ്ടുള്ള ഈ സൈൻ തീറ്റ അടിയിലോട്ടാണ്. ഈ രണ്ടോടത്തും സെയിം ആണ്, തീറ്റ രണ്ടോടത്തും സെയിം ആണ്. അപ്പൊ ഈ സൈൻ തീറ്റയും ഈ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. മോളിക്കൊരു ഫീൽഡ് +q കാരണം, താഴത്തേക്ക് ഒരു ഫീൽഡ് -q കാരണം, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഈ ബാക്കി ഏതാണുള്ളത്? ഒരു +q കാരണം റൈറ്റിക്ക് ഒരു ഈക്കോസീറ്റ് ഉണ്ട്, -q കാരണം റൈറ്റിക്ക് ഒരു ഈക്കോസീറ്റ് ഉണ്ട്. ആ മൊത്തം ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ കോസ് തീറ്റ പ്ലസ് ഇ കോസ് തീറ്റ എത്രയാണ്? 2e കോസ് തീറ്റ അല്ലേ? അപ്പൊ 2e കോസ് തീറ്റ, ഇ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എന്ത് എഴുതാം? 2 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ നോട്ട് q ബൈ L² പ്ലസ് z² അല്ലേ? 2e കോസ് തീറ്റ. തീറ്റ ഞാൻ എടുത്താണ്, ക്വസ്റ്റ്യനിൽ തീറ്റ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നത് എല്ലും ക്യൂവും സെറ്റും ആണ്, തീറ്റ തന്നിട്ടില്ല. അപ്പൊ നമ്മള് കോസ് തീറ്റ എഴുതാൻ പാടില്ല. കോസ് തീറ്റ അവിടെ മാറ്റിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എഴുതണം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് സെറ്റ് ആണ്, അഡ്ജസന്റ് സൈഡ് എൽ ആണ്. അപ്പൊ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എൽ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ അറിയാം, √(ആൾട്ടിറ്റ്യൂഡ്² പ്ലസ് y² ആണ് ബൈ 2. ഇതാണ് 2e cos θ. ഡയറക്ഷൻ എങ്ങണ്ടാ? ഇ കോസ് തീറ്റയും കൊണ്ടാണ്, ഇ കോസ് തീറ്റയും കൊണ്ടും 2e cos θ x³ ഡയറക്ഷനോടാണ് പോകുന്നത്. ഇതാണ് x³ ഡയറക്ഷൻ, ഇതല്ല x³. അപ്പൊ x³ ഡയറക്ഷനോടാണ് ഫോഴ്സ് വരിക. അപ്പൊ ഇനി എങ്ങനെ എഴുതാം? 2ql ബൈ 4π എപ്സിലോൺ നോട്ട് L² പ്ലസ് z² all raised to 3/2 along x³ ഡയറക്ഷൻ. 3 ഈസി പീസി. ഓക്കെ അല്ലേ?